welcome back to Evan's Tech Room. ഇന്ന് നമ്മുടെ iPhone 16 ഉം 16 Proയും നമ്മൾ റിവ്യൂ ചെയ്ത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫ്രണ്ട്സും പിന്നെ മയാമിന്ന് ഇമ്പോർട്ട് ചെയ്ത സാംസങ് എക്സ്പെർട്ടും കൂടെ ഉണ്ട്. അപ്പം അവനിപ്പോൾ രാത്രി 1:00 1 മണിക്ക് ഇവിടെ എത്തിയിടേ ഉള്ളൂ. ഈ ഐഫോൺ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം അവൻ മയാമിലാണ്. അപ്പുറത്ത് പിന്നെ റെഡ് ഷർട്ട് ഇട്ടേക്കുന്ന ആളും ഒരു സാംസങ് എക്സ്പെർട്ട് ആണ്. അപ്പം മറ്റൊരു ചെയ്യുന്നത് ഞാൻ ഐഫോൺ ഉപയോഗിച്ചിട്ട് സാംസങ്ങിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല. അതിനുവേണ്ടിയാണ് ഡെഡിക്കേറ്റഡ് സാംസങ് യൂസേഴ്സിനെ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ഗൈസ് റെഡി അല്ലേ? നമുക്ക് ഈ സംഭവം അൺബോക്സ് ചെയ്തേക്കാം, കുളിച്ചേക്കാം. അപ്പം ഇത് നമ്മുടെ iPhone 16, പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ iPhone 16 Pro. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ iPhone 16 ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം അതിന്റെ പാക്കേജിങ് എങ്ങനെയുണ്ട്? നിങ്ങളുടെ സാംസങ്ങിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പാക്കേജിങ് നല്ല പൊളി പാക്കേജിങ് ഞങ്ങളുടെ സാംസങ്ങിന്റെ എല്ലാം തുറന്നു നോക്കുമ്പോൾ കാണാൻ എന്തുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ iPhone 16. അപ്പം നോക്കി കാണാൻ പുതിയ കളർ, നല്ലൊരു അടിപൊളി നീല കളറാണ്. ഇത്ര നാൾ വളരെ ഒരു ലൈറ്റ് പാസ്റ്റൽ കളേഴ്സ് ആയിരുന്നു ആപ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഫൈനലി ഒരു ഡീപ്പ് ബ്ലൂ കളറാണ്. പക്ഷെ എന്നാൽ അത്ര ഇതൊരു ബേബി ബ്ലൂ അല്ലേ? ബേബി ബ്ലൂ കളർ പോലെയാണ്, ഒരു ഡാർക്കർ പാസ്റ്റൽ കളർ പോലെയാണ് നമുക്ക് തോന്നിക്കുന്നത് കണ്ടാൽ. അപ്പൊ ബേസിക്കലി എന്തായാലും ഇത്ര നാളുള്ള പോലെ അല്ല, കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഒരു ലൈനപ്പിൽ എന്തായാലും ഉള്ള കളേഴ്സ് കുറച്ചുകൂടി വൈബ്രന്റ് ആണെന്നാണ് എല്ലാ ബാക്കിയുള്ള റിവ്യൂസും പറയുന്നത്. അപ്പം ബാക്കി നമ്മളതിന് പെട്ടി നോക്കിയാൽ ആകെ കിട്ടുന്നത് ഒരു ചെറിയ ചാർജിങ് കേബിൾ. പക്ഷെ ബ്രെയിഡ് കേബിളാണ് കിട്ടുന്നത്. നമുക്ക് നോക്കി കാണാം, ഒരു ബ്രെയിഡ് കേബിളാണ് നമുക്ക് പെട്ടി കിട്ടുന്നത്. കളർ കോഡിലല്ല, ഇത് മാത്രമേ ഉള്ളൂ. പ്രോയിൽ കളർ കോഡാണോ നോക്കണം. പക്ഷെ അതല്ല അതിൻ്റെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അതിന്റെ സ്റ്റിക്കർ ഇല്ല. പകരം നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ പാംപ്ലെറ്റ്. സ്ക്വയർ അല്ലായിരുന്നു മുമ്പ്, ഇപ്പൊ റൗണ്ട് ആക്കി. ഇതിപ്പം ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ചെറിയ പാംപ്ലെറ്റ് മാറി ഇപ്പൊ ഇങ്ങനത്തെ ടൈപ്പായി. എന്താണ് ഫിസിക്കൽ സിമ്മില്ല എന്ന് പറയുന്ന ഒരു കാർഡും അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്തില്ല. അറബിക്കല്ലടാ, ഇത് ഇംഗ്ലീഷ്, അമേരിക്കൻ റേക്ക് സാധനമല്ലേ. അപ്പോൾ ഈ ഫോൺ നമുക്ക് വന്നാൽ ഡയറക്റ്റ് ചൈനയുണ്ടായിരുന്നു ഷിപ്പ് ചെയ്ത്. ഈ ഫോൺ നമ്മുടെ UPS ട്രാക്കിൽ നോക്കി കാണാം. ഇതിനെ ഓർഡർ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ചൈനയിൽ ഷിപ്പ് ചെയ്യണം. അത് ഞാനും അൻഡു നോക്കിയപ്പോൾ ഒരു സർപ്രൈസ് ആണ്. എന്തായാലും ഇത് ഡയറക്റ്റ് ചൈനയാണ് ഷിപ്പ് ചെയ്ത് എന്നുള്ളതിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കവർ അയച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ലുക്ക് ഓണാകുന്നില്ലേ? ഓക്കെ, ഓണായി. അപ്പോൾ നമ്മുടെ ഐഫോണിന്റെ ഫസ്റ്റ് ബൂട്ടപ്പാണ് ഓണായിക്കൊണ്ടിരിക്കുന്നത്. എത്ര നേരം എടുക്കും അറിയാമോ? എത്ര നേരം എടുക്കും? അപ്പോൾ രാവിലെ ആപ്പിളിന്റെ ലൈൻ കാത്തിരുന്ന് ടയർഡായി. അവന്റെ iPhone 16 Pro അവന്റെ കയ്യിലുണ്ട്. അതൊക്കെ മേടിച്ച് അവൻ ടയർഡായിട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് പക്ഷെ നമ്മുടെ അൺബോക്സ് ചെയ്യാൻ സമയം കിട്ടിയത്. ഓക്കെ, ഇംഗ്ലീഷ് യൂഷ്വൽ സംഭവങ്ങൾ ഇതപ്പോൾ എന്തായാലും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി അടുത്ത് നമ്മുടെ 16 Pro അൺബോക്സ് ചെയ്ത് നോക്കാം. 2 hours later. ഓക്കെ, അടുത്ത നമ്മുടെ iPhone 16 Pro നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ കൂടുതലും വെയിറ്റ് ചെയ്യുന്ന സംഭവമാണ് iPhone 16 Pro. ഇപ്പം എൻ്റെ കയ്യിലുള്ള iPhone 15 Pro ആണ്. അപ്പോൾ അതുമായിട്ട് വലിയ വ്യത്യാസമില്ല. ആകെ മെയിനായിട്ട് ആ ബട്ടൻ്റെ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് വ്യത്യാസം എന്ന്. പറയാണെങ്കിൽ പറയണം സാംസങ്കാര്. ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി മാത്രം മേടിച്ചാണ്. കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം മേടിച്ച നമ്മുടെ പുതിയ ഡെസേർട്ട് ടൈറ്റാനിയം കളർ, അതല്ല എൻ്റെ പേര്, ഡെസേർട്ട് ടൈറ്റാനിയം. അപ്പോൾ ഡെസേർട്ട് ടൈറ്റാനിയം കളറാണ്. റോസ് ഗോൾഡ് വന്നായിരുന്നോ സംഭവം? എനിക്കറിയില്ല. റോസ് ഗോൾഡ് റിലീസ് ആയിരുന്നു. റോസ് ഗോൾഡ് പക്ഷെ ഇതൊരു റോസ് ഗോൾഡ്, ഇതൊരു പ്രോപ്പർ ഗോൾഡ്. പണ്ടുണ്ടായിരുന്ന ഗോൾഡ് കളർ അല്ല, ഒരു ഗോൾഡ് കളർ പോലെയാണ്. പക്ഷെ കുറച്ചും കൂടി ഒരു ബെറ്റർ വെർഷൻ. ടൈറ്റാനിയത്തിൽ ഗോൾഡ് വന്നപ്പോൾ എൻ്റെ എന്തായാലും നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ കവർ ഇനി മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ iPhone 16 Pro ഫസ്റ്റ് ബൂട്ടപ്പ് ആണ്. ഇപ്പം എന്റെ എനർജി കളഞ്ഞിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ iPhone 16, പിന്നെ നമ്മുടെ 16 Pro. അപ്പൊ രണ്ട് സൈഡ് ബൈ സൈഡ് നോക്കിയാൽ ഇതാണ്. അപ്പൊ ഇത് നമ്മുടെ iPhone 16 Pro, പുതിയ ലേറ്റസ്റ്റ് ഫോണാണ് ഇത്. iPhone 16 ഞാൻ മാത്രമേ കണ്ടുള്ളൂ.
ഇതാണ് ബട്ടൺ. ഈ ബട്ടൺ നമ്മൾ പക്ഷേ ആക്ടിവിറ്റി ടൈമിൽ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റില്ല. ഇതാണ് ആ സൈഡിൽ വന്ന പുതിയ ബട്ടൺ. നിങ്ങൾക്ക് കാണാം, ഫോക്കസ് ആവും, ഇവിടെ മേളിൽ കാണിക്കാം. ഈ കാണുന്ന ബട്ടണാണ് നമുക്ക് പുതിയതായിട്ട് വന്നേക്കുന്നത്. ഇത് മാത്രമുള്ള ആകുള്ള വ്യത്യാസം. സംഭവം ഒരു ഫിസിക്കൽ ബട്ടണാണ്, പക്ഷേ അതിന് കുറച്ച് ഹാപ്റ്റിക്കും അവർ കയറ്റിയിട്ടുണ്ട്. ഇത് പിന്നെ ഐഫോൺ 16-ലും 16 പ്രോയിലും ഇപ്രാവശ്യം ബട്ടൺ ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാധാരണ അവർ അങ്ങനെ ഒരു ബട്ടൺ പുതിയതായിട്ട് വരുത്തുമ്പോൾ 16 പ്രോയിൽ ഏതാ പേനയില്ല, ഭയങ്കര ബാറ്ററി ഉണ്ട്. നീ പേന ഉപയോഗിക്കാറുണ്ടോ? എല്ലാ ദിവസവും എന്താണ് ഈ പ്ലാസ്റ്റിക് തള്ളിക്കയറ്റത്? അപ്പൊ നമുക്ക് ക്യാമറയുടെ ബട്ടൺ കാണണമെങ്കിൽ തേണ്ട ഇവിടെ ഇതാണ്. ഈ അബിയുടെ ഫോൺ ഓൾറെഡി സെറ്റപ്പ് ആണ്. അപ്പോൾ ആ ക്യാമറയുടെ ബട്ടൺ നമ്മൾ ഇതിലത്തെ ഞെക്കുമ്പം ത്തേക്ക് ക്യാമറ ഓപ്പൺ ആവും. അതാണ് അതിന്റെ ബേസിക്കലി സംഭവം. ബേസിക്കലി പിന്നെ ഇതിൽ നോക്കിയാൽ ക്യാമറ ബട്ടൻ്റെ ഇവിടെ നോക്കുമ്പോൾ കാണാം. അത് നെക്കുമ്പോൾ ചെറിയൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്. പിന്നെ നെക്കുമ്പോൾ ഫോട്ടോ എടുക്കും. അത് നെക്കിയാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് കാണുന്ന പോലെ ഈ ക്യാമറ ബട്ടനെ നെക്കിയാൽ ഹായ്. സെൽഫി എടുക്കണമെങ്കിൽ അവർ ബാക്കിൽ ഒരു ക്യാമറയ്ക്ക് വേണ്ടി ഒരു സ്ക്രീൻ വെക്കണ്ടായിരുന്നു സെൽഫി എടുക്കാൻ വേണ്ടി. ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റപ്പ് ആയിരുന്നു. ഇവിടെ റൂമിൽ കണ്ടില്ല നമ്മൾ സെൽഫിക്ക് വേണ്ടി ഇത് നോക്കി നമ്മുടെ സാംസങ് റിവ്യൂ നോക്കിയാൽ അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഐഫോൺ. അപ്പോൾ പെട്ടി നോക്കാം. ഐഫോൺ 16 പ്രോയുടെ പെട്ടിയിലും ഒരു കളർ മാച്ച്ഡ് അല്ലാത്ത ഒരു ബ്രൈഡ് കേബിൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് കളർ മാച്ച്ഡ് അല്ലടാ. എടാ അവൻ്റെ പാസ്വേഡ് എന്നാ പറഞ്ഞു കൊടുക്കണേ. അതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് ചെറിയ ഒരു പാംഫ്ലെറ്റ് പോലെ അത് മാത്രമേ കിട്ടത്തുള്ളൂ. വേറെ ഒന്നും പെട്ടില്ല. ബ്രിക്കില്ല ആസ് യൂഷ്വൽ. പിന്നെ ഇപ്രാവശ്യം സ്റ്റിക്കറും അവർ കളഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി. ഇപ്പൊ അവർ പറയുന്നത് 99% റിസൈക്കിൾഡ് കാർബൺ ഫൈബറോ അങ്ങനെ എന്തോ ഫൈബർ വെച്ചല്ലേ വുഡ് ഫൈബർ വെച്ചാണ് ഈ പെട്ടി ഉണ്ടാക്കിയേക്കുന്നത്. അല്ല ഇപ്പൊ 100% ആയിരുന്നല്ലേ? കഴിഞ്ഞ കൊല്ലം 99% ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ 100% ആണ്. ഫോട്ടോ നമ്മൾ എടുത്തത് അത് സംഭവം ഇതിങ്ങനെ ഇരിക്കും. ഫോട്ടോ ലോഡായാൽ അത് നല്ല ഫോട്ടോയാണ്. അതൊക്കെ അഭിയുടെ കാര്യം നമ്മൾ നോക്കത്തില്ല. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി ഇനിയിപ്പോ പറയണമെന്ന് പറഞ്ഞാൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. ഇംഗ്ലീഷ് കണ്ടിന്യൂ. സെറ്റപ്പ് വിത്തൗട്ട് അദർ ഡോസ്. വൈഫൈ ഒക്കെ കണക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഐഫോൺ 16 പ്രോ സെറ്റ് നമ്മുടെ 16 കൂടെ സെറ്റപ്പ് ചെയ്ത് നോക്കാം. അപ്പം സാംസങ് എക്സ്പെർട്ട് ഞങ്ങളുടെ ഫോൺ കണ്ടിട്ട് എന്താണ് അഭിപ്രായം? സത്യം പറയാം, കളർ കുഴപ്പമില്ല, തിരക്കേടില്ല. കഥ തിരക്കേടില്ല. പണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ ക്രയോൺസ് കാണാൻ നിങ്ങൾക്ക് ഫോൺ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഞങ്ങൾ ഭയങ്കര ഈസിയാണ്. എടുക്കുന്നു, വൈഫൈ പിടിച്ച് നിൽക്കുന്നു, എടുക്കുന്നു. ബാക്കി ഫോണിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈസി, സൂപ്പർ ഈസി. അതെ, ഞങ്ങൾക്ക് എസ് ടി കാർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. എസ് ടി കാർഡ് കിട്ടാൻ പറ്റും. അതൊക്കെ സേഫ്റ്റി ഇഷ്യൂ അല്ലേ? ആ എസ് ടി കാർഡ് അടിച്ചോണ്ട് പോയില്ലേ ഫോട്ടോ ഒക്കെ? അത് ഗൂഗിൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ് എല്ലാരും എസ് ടി കാർഡിന്റെ പരാതി പറയുന്നുണ്ടോ? പക്ഷെ എന്താണെന്ന് വെച്ചാൽ എസ് ടി കാർഡ് ഇതിപ്പം നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും നോക്കണമെങ്കിൽ ഫോൺ അൺലോക്ക് ചെയ്യണമല്ലോ. നിന്റെ ഫോണിന്റെ എസ് ടി കാർഡ് അടിച്ചു വെച്ചാൽ എല്ലാം ആയില്ലേ? അത് പോയിട്ട് എസ് ടി കാർഡ് നമുക്ക് സേവ് ചെയ്യാൻ അതിനകത്ത് ഇതിപ്പോ എന്തൊരു സ്റ്റോറേജ് ഉണ്ട്? ഇതിന് 256. ഈ ചാർജ് ബ്രേഡ് ആണ്. ഈ ടൈപ്പ് സി ചാർജ് സത്യം പറഞ്ഞാൽ ഞങ്ങള് സാംസങ് ആണ് ആദ്യം കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അടിച്ചു മാറ്റിയത്. പക്ഷെ ഞാൻ പറയട്ടെ, നീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കോപ്പി അടിക്കും. ഞങ്ങൾ എത്ര സാധനങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 2 ഐഫോണും നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഐഫോൺ 16 പ്രോയും 16 പ്രോയും 16 കയ്യിലുണ്ട്. 16 പ്രോ ഇത് നമ്മുടെ ഐഫോൺ 16. അപ്പം അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല കളറിൽ മാത്രം ഒരു ഗുമ്മുണ്ട്, ബാക്കിയെല്ലാം സെയിം. എൻ്റെ ഇപ്പം എൻ്റെ ഫോൺ ഒരു V5 ആൻഡ്രോയിഡ് പോയി. പക്ഷേ അതിൻ്റെ 16 ഇത് നമ്മുടെ ഐഫോൺ 15 പ്രോ മാക്സ് ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് കണ്ടിട്ട് അതാണ് കറണ്ട് സ്റ്റിച്ച് മാറും. അതെ, ഇത് നമ്മുടെ ഐഫോൺ 16 പ്രോ, ഇത് ഐഫോൺ 15 പ്രോ.
കാശ് കൊടുത്ത് അതിനോട് പ്രശസ്തി ഇല്ല. എടാ ഇതാണ് നോക്കൂ. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ നമ്മള് സാംസങ്കാരുടെ കൈ കൊടുക്കാൻ ഇനി നോക്കിയുള്ളൂ. എങ്ങനെയുണ്ടോ നോക്കിട്ട് പറ, എങ്ങനെയുണ്ടോ? മറിയോ സത്യം പറയാം, രണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ സാംസങ്ങിനാണെങ്കിൽ കൂടുതൽ വെയിറ്റ് കുറവ്. നീ രണ്ട് പിടിച്ചു നോക്കി. സാംസങ്ങിന് വലിയ വെയിറ്റ് ഇല്ല. ഇത്രയും വലിപ്പുണ്ടായിട്ടും സംഭവത്തിന് വലിയ വെയിറ്റ് ഇല്ല. ഒന്നറിഞ്ഞു നോക്കിയാലോ? ഇവന്റെ പണമായിട്ട് എനിക്കറിയാം. ഇത് രണ്ട് നോക്കിയിട്ട് ഏതാ വെയിറ്റ് ഉള്ളെന്ന് പറഞ്ഞേ. വെയിറ്റ് ഉള്ളതാ 15 Pro Maxന് തന്നെയാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലാസ്റ്റിക് ആണ്. അതപ്പോ നമ്മുടെ നെലിക്ക് നമ്മുടെ 16ഉം 16 Proയും തമ്മിൽ, അല്ല 16 അല്ല, ഇത് നമ്മുടെ 15ഉം 15 Proയും 16 Proയും തമ്മിൽ ഉപയോഗിച്ച് നോക്കാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കട്ടെ. കുഴപ്പമില്ല. ആരാടാ ഫോട്ടോ എടുത്തിട്ടുണ്ട്? ഇഷ്ടപ്പെട്ടോ? 15 Pro താമസക്കാരനോ അതുകൊണ്ട് പറയുന്നു. അടുത്ത നോട്ട്സ് നോക്കട്ടെ. സാധാ 16 നമ്മുടെ കൊച്ചു പയ്യൻ നോക്കിയോ? കൂട്ടത്തിൽ ഏറ്റവും മൂത്താണ് കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും മൂത്താനാണ്. പാസ്വേഡ് എടാ ഈ പട്ടിയാണ് പാസ്വേഡ് തെറ്റിയത്. സെറ്റല്ലേ? ഇഷ്ടപ്പെട്ടു. ഇത് അപ്പൊ ഇതിന് ഫോട്ടോ, ഇതിന് ക്യാമറ യൂസേജ് മാത്രമേ ഉള്ളൂ. ക്യാമറയ്ക്ക് വേണ്ടി അതിനെ ക്യാമറ ഷട്ടർ കൺട്രോൾ ബട്ടൺ എന്നാണ് അതിന് പറയുന്നത്. നമുക്കൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കാം. അല്ല ഇതാ ചെയ്യടാ, ഇത് നോക്കി, ഇതാ തന്നെ ഇതാ സ്ലൈഡ് ചെയ്യാൻ കണ്ടില്ല? ഇതിൽ തന്നെ കണ്ടില്ലേ സ്ലൈഡ് ചെയ്യണോ? ഹാപ്റ്റിക് ആയിട്ടുണ്ട്. ഹാപ്റ്റിക് ഫീഡ് ബാക്ക് ഉണ്ടല്ലേ, ഫീൽ ചെയ്യുമ്പോൾ അറിയാം അങ്ങനെ ആണല്ലേ. ഓക്കെ, എന്നാ ഒന്ന് നോക്കട്ടെ എന്തോരം പോകുന്നു. കണ്ടോ? ഓ ഇവന്മാര് തനി ആൻഡ്രോയിഡിനെ കോപ്പി അടിച്ചിട്ടുള്ളത്. iPhone 15 Proയുടെ 15X, ഇത് 16 Proയുടെ 25X സൂമിൽ എടുത്താണ്. ആ സംഭവം എന്തായാലും ക്യാമറയിൽ ക്വാളിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ നോർമൽ ക്യാമറയിൽ ഇത് 16 Proയിൽ 25X സൂം കിട്ടും, ഇതിലാണെങ്കിൽ 15X സൂം ആണ്. അപ്പോൾ എന്തായാലും ക്യാമറയിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ iPhone 16 Proയിൽ ഒരു 25X സൂം വരെയും കിട്ടും, പക്ഷേ നമ്മുടെ iPhone 15 Proയിൽ 15X സൂമേ ഉള്ളൂ. അത് പിന്നെ iPhone 15 ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പക്ഷേ ഈ iPhone 16 ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ iPhone 15ഉം 15 Pro കഴിഞ്ഞ 15 Proയ്ക്കാണ് ഹീറ്റിംഗ് ഇഷ്യൂ. അപ്പൊ 16 Pro ഹീറ്റിംഗ് ഇഷ്യൂ ഫെയർ ആക്കണമല്ലോ. നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ എന്നാ ലുക്കാണ്, എന്നിട്ടാണ് പറയുന്നത് ഐഫോണിന്റെ കാര്യം അല്ലേ? ഫോട്ടോ ഡയറക്റ്റ് അയച്ചെടുക്കട്ടെ. പക്ഷേ ഐഫോൺ ഫോട്ടോഗ്രാഫി കണ്ടില്ലേ പ്രേക്ഷകരെ, നിങ്ങൾ തീരുമാനിക്കൂ. ഇവന് ഇത്രയും ലുക്ക് ഐഫോൺ കൊടുത്തില്ലേ? ഇത് ഐഫോൺ നാച്ചുറൽ ആണല്ലോ, അപ്പൊ അതിന്റെ അകത്ത് നാച്ചുറൽ ബ്യൂട്ടി ആണ്. പക്ഷെ ഇവന് കുരുവില്ല പണ്ടാരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോൺസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പൊ വന്നുകൊണ്ട് മാറിപ്പോയില്ലോ. iPhone 15 ഉണ്ട്. ഇത് iPhone 15, ഇത് നമ്മുടെ iPhone 16 Pro. കുറെ ഫോണിന്റെ വേണം. നിങ്ങൾക്ക് മറ്റേ സംഭവം കാണണമെങ്കിൽ ഇതിങ്ങനെ വെച്ചാൽ വരണ്ടാണ്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, വരണില്ല. എന്ന് ഇച്ചിരി വൈക്ലിപ്പി ആണ് എന്തോ ഇവിടെ. ഇതോ ഇത് ഈ സംഭവം വെച്ചാൽ ഈ സംഭവം നമ്മൾ ഇങ്ങനെ നോക്കും. നിങ്ങൾ കണ്ടിട്ടില്ല, ഇതിങ്ങനെ വെച്ചാൽ അറിയാറില്ല. ഇതിങ്ങനെ വരും അല്ലടാ. 16 ആക്ച്വലി വലിയ ബാറ്ററി അവർ വെച്ചിട്ടുണ്ട് 16 Proയിൽ. 16 Pro Max ആണെങ്കിൽ മുടിന്റെ വലിപ്പമുള്ള ബാറ്ററിയാണ്. അത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. എന്തായാലും നമ്മുടെ എയർ ഡ്രോപ്പിൽ കൂടെ നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ പെട്ടെന്ന് ഷെയർ ചെയ്യുന്ന സംഭവം മിൽക്കിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഇതല്ല 16. ഓക്കെ, ഇത് നമ്മുടെ പെട്ടെന്ന് ഞാൻ നമ്മുടെ 16 Pro ഒന്ന് സെറ്റപ്പ് ചെയ്ത് എടുത്താണ്. പക്ഷേ ഒരു 2 ആഴ്ച ഞാൻ ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും. ഒരാഴ്ച ഉപയോഗിച്ചിട്ട് അതിന്റെ റിവ്യൂ നമ്മുടെ ചാനൽ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിന്റെ ഒരു 1 വീക്ക് റിവ്യൂ ഞാൻ ഫോൺ പിന്നെ സെറ്റപ്പ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം. കാരണം എന്തായാലും നമ്മുടെ ഫോണിന്റെ ലുക്ക് എങ്ങനെയുണ്ട്
സത്യം പറയാലോ ഇത് ലേറ്റസ്റ്റ് ആണ്. മുഖസുഖമൊക്കെ പറയല്ല, നല്ല ലുക്ക് നല്ല നല്ല കളറാ, കുഴപ്പമില്ല. നമ്മുടെ ഈ നാട്ടില് ക്രയോൺസിന് ഒരു കളർ ഇല്ല, സാധനം പോലെ പക്ഷേ ആ ഗോൾഡ് ആക്ച്വലി കാണാൻ രസമുണ്ട്. Like the new one looks good. എനിക്ക് ഇഷ്ടപ്പെട്ടു. This is pretty nice. എന്താണ് പറയാൻ ഇവന്റെ കളർ ഇവന്റെ ഷർട്ടായിട്ട് മാച്ചിങ് കണ്ടില്ലേ? മെന്റ് ടു ബി ഐഫോൺ. എന്താ ഞാൻ പറയുക, സംഭവം ഇത് ഉള്ളവരും പറയുന്നത് സാംസങ് ആണ് ഫീച്ചർ, പക്ഷെ ചീപ്പ് ഫീലിംഗ് ആണ് കേട്ടോ. സത്യം ഇത് പിടിച്ചേ ഇത് പിടിച്ചാൽ എന്റെ ഐഫോൺ പിടിക്കുമ്പോൾ ഉള്ള ഫീലിംഗ് ആയിരുന്നു. സൈഡില് നിങ്ങൾക്ക് ടൈറ്റേനിയം ആണോ? അതെ. പക്ഷെ ടൈറ്റേനിയം കണ്ടാൻ പറയില്ല. Like actually It used to. Like I'm being honest, ഞാൻ ഒരു ആപ്പിൾ ഫാൻ അല്ല. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫീച്ചർ വൈസ് സോഫ്റ്റ്വെയർ വൈസ് ഫങ്ഷനാലിറ്റി വൈസ് സാംസങ് കുറെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്, പക്ഷേ ഒരു ചീപ്പ് ഫീലിംഗ് ആണ് സാധനം. Okay, so thickness, I would say, like the side look is നോക്കുവാണെങ്കിൽ it looks nice, പക്ഷേ ഓക്കെ. അപ്പം നമ്മുടെ 16 Pro ആണ് ടൈറ്റേനിയം ഉള്ളത്, പക്ഷേ 16 വെറും പഴയ അലൂമിനിയം തന്നെയാണ്, പക്ഷെ കണ്ടാൽ ഒരു ടൈറ്റേനിയം ഫിനിഷ് പോലെ ഒക്കെ ഉണ്ട് ഇപ്പം കണ്ടാൽ. അപ്പോൾ നമ്മുടെ വേൾഡിച്ച് എന്ന് പറഞ്ഞാൽ സാംസങ് ഫംഗ്ഷനാലിറ്റി ഉണ്ടെങ്കിലും ചീപ്പ് ഫീലിംഗ് ആണ്. ഇപ്പോൾ ഉള്ള ഐഫോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഐഫോണാണ് നമുക്ക് നല്ലൊരു പ്രീമിയം ഫീലിംഗ് ഉള്ളത്. അപ്പോൾ നമ്മുടെ iPhone 16 Pro ആണ് ഈ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫീച്ചർ 16 Pro എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാമറ ഷട്ടർ ബട്ടനാണ്. നെക്കിയാൽ അപ്പോൾ തന്നെ ക്യാമറ ഓൺ ആവും. പിന്നെ അതിൽ ഇപ്പോൾ ചെറിയൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തരുന്നത് നമുക്ക് അതിൻ്റെ ചെറിയ ക്യാമറയുടെ ബാക്കിയുള്ള ഫംഗ്ഷൻ നശിപ്പിച്ച് എവിടെയെങ്കിലും അടങ്ങിയിരിക്കും കുട്ടാ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഇനീഷ്യൽ ലുക്ക് ആയിരുന്നു നമ്മുടെ iPhone 16 Proയും 16 തമ്മിലുള്ളതിൻ്റെ. അപ്പോൾ എന്തായാലും ഇത് ഞാനൊരു ഒരാഴ്ച 16 Pro ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് തരാം. ഞാൻ എന്തായാലും 16, 15 അതിൻ്റെ ഫോൺസ് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് പിന്നെ രണ്ടും കൂടെ ഉപയോഗിക്കാനുള്ള ട്രാൻ എനിക്കില്ല. പക്ഷേ എന്തായാലും 16 Pro ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ വ്യത്യാസം. മെയിനായിട്ട് ബാറ്ററി ലൈഫ് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആ ഒരു ബട്ടനും കൂടെ ക്യാമറ ക്യാരി ആയിട്ടുണ്ട്, ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞെക്കിയാൽ പെട്ടെന്ന് ഫോട്ടോ എടുക്കാം, സ്വൈപ്പോ കോപ്പോ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരാഴ്ച ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. ഇത് അപ്ഡേറ്റ് ചെയ്യാനും മാത്രം വരുത്തിച്ചാണോ. എന്തായാലും നിങ്ങൾ ഈ അൺബോക്സിങ് കണ്ട എൻ്റെ തോന്നുന്നു കുഴപ്പമില്ല, നല്ല ഫോൺ, കളേഴ്സ് കൊള്ളാം, പക്ഷേ വേറെ വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. അത്രേ ഉള്ളൂ. അവൻ്റെ കയ്യിലുണ്ട്. അവനൊരു 13 Proയിൽ നിന്നാണ് പിന്നെ ഇപ്പോൾ ഒരു 16 Pro എടുത്തേക്കുന്നത്. പണ്ടാരൊക്കെ എല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ട്, പേരുകൾ ഓർക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ ഒരു iPhone 16 and 16 Pro ഒരു ഇനീഷ്യൽ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ. അപ്പം ഇതിനുവേണ്ടി ഒരാഴ്ച ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇൻ ഡെപ്ത് റിവ്യൂ നിങ്ങൾ തരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പം ദിസ് ഈസ് എബിൻസ് ടെക് റൂം. പീസ് ഔട്ട്.